ചുവട് പിടിച്ചാണ് ഇങ്ങനെയൊരു വിഷയം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്. ആ കാറിലെ സ്റ്റിക്കറിൽ എഴുതിയിരുന്ന വരി ഇങ്ങനെയാണ്: എ ജൂയിഷ് കാർപ്പൻ്റർ ഈസ് മൈ ബോസ് എന്നാണ്. അതിൻ്റെ മലയാളം പിടികിട്ടില്ലോ. ഒരു യഹൂദ തച്ചനാണ് എൻ്റെ ഉടമസ്ഥൻ എന്നാണ്. ഇറ്റ്സ് എ ക്ലാസിക്കൽ ക്രിസ്ത്യൻ സ്റ്റേറ്റ്മെന്റ്. വളരെ ക്ലാസിക്കായിട്ട് എഴുതപ്പെട്ടൊരു വരിയാണ്, ഒരു ബൈബിൾ വരിയല്ല. എ ജൂയിഷ് കാർപ്പൻ്റർ ഈസ് മൈ ബോസ്. ഒരു യഹൂദ തച്ചനാണ് എൻ്റെ ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വരി ആ യാത്ര കഴിഞ്ഞിട്ടും സ്റ്റിക്കർ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടും എൻ്റെ മനസ്സിൽ ചില ധ്യാന ചിന്തകളുടെ മേളമുയർത്തി. യഹൂദ തച്ചനാണ് എൻ്റെ ഗുരു. കളിയാക്കി പറഞ്ഞതാണ്, പരിഹസിച്ചതാണ്. ഒരാളെ തകർക്കാൻ നമുക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അയാളുടെ ബോഡി ഷേമിംഗ് നടത്തുക എന്നുള്ളതാണ്. അയാളുടെ ശരീരത്തെ പരിഹസിക്കുക. കലാപട്ടലം സത്യഭാമ മലയാളത്തിലൊരു സ്നേഹ എന്ന് പറയുന്നൊരു ചലച്ചിത്ര നടിയെ ബോഡി ഷേമിംഗ് നടത്തിയത് പോയ വാരത്തിൻ്റെ ഒരു നവമാധ്യമ ചർച്ചയായിരുന്നു. ഗോലിയാത്ത് ദാവീദിനെ ബോഡി ഷേമിംഗ് നടത്തിയാണ് എതിരേറ്റത്. ഒരാളെ മാനസികമായി തകർക്കാനുള്ള ഒരു വഴി അയാളുടെ ശരീരത്തെ പരിഹസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വഴി അയാളുടെ ജാതിപ്പേര് വിളിക്കുക എന്നുള്ളതാണ്. ദളിത് പശ്ചാത്തലത്തിൽ അത് വളരെ അറിയാൻ പറ്റും, അതിൻ്റെ ആഴം, വേദന. ഇവിടെ അങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുന്നൊരിടമുണ്ട്. അതാണ് ഈ രാത്രിയുടെ വാക്യം. വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായം 3-ാമത്തെ വചനം തുറക്കാം. ഈ വിശുദ്ധ പുസ്തകത്തിന്റെ ആ താളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തുറക്കൂ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായം 3-ാം വചനം. എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ്, കൂടെ വായിച്ചോളൂ, യാക്കോബ് കേട്ടില്ല, യോസെ, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്നാണ് ഈ രാത്രിയുടെ വിഷയം. തച്ചനല്ലയോ? തച്ചൻ